ഹലോ, കുരുമുളക് ചെടി എങ്ങനെ നമുക്ക് കൂടയിൽ നിറയ്ക്കാം എന്നതിനെക്കുറിച്ചാണ് നമുക്ക് നോക്കുന്നത്. ഇത് പന്നീർ ഇനത്തിൽപ്പെട്ട കുരുമുളകാണ്. എനിക്ക് ഹൈറേഞ്ചിൽ നിന്ന് കിട്ടിയാണ് എനിക്ക് നല്ല രീതിയിലുള്ള വിളവ് തരുന്ന ഒരു ഇനം കുരുമുളകാണ്. ഈ പ്രാവശ്യം മഴയെ കാരണമാണ് വലിയ കാര്യമായിട്ട് ഇതിനകത്ത് വിളവ് വരുന്നതെങ്കിലും നല്ല കാലാവസ്ഥയിൽ നല്ല രീതിയിൽ മുളക് വരുന്ന ഒരു ഇനം പിന്നെ പന്നീർ ഇനത്തിൽപ്പെട്ട ഒരു കുരുമുളക് ചെടിയാണ്. കഴിഞ്ഞ വർഷം ഇതിൽ നിന്ന് 15 കിലോ പച്ചക്കുരുമുളക് കിട്ടിയതാണ്. ഈ ഒരൊറ്റ പൊടിയിൽ നിന്ന് 15 കിലോ പച്ചക്കുരുമുളക് കിട്ടിയതാണ്. ഇത് നല്ല രീതിയിൽ വളരണമെങ്കിൽ അനുസരിച്ച് കൂടുതലും വിളവ് നമുക്ക് ലഭിക്കും. ഇത് ഹൈറേഞ്ചിൽ നിന്ന് ഞാൻ ഇത് കിട്ടിയതാണ്. ഞാനിപ്പോൾ തൊഴിലുകൾക്കുള്ള വണ്ണപ്പത്താണ് എൻ്റെ വീട്. ഞാൻ ഇതിലെ വീട്ടിൽ നട്ടു വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ തൈ എങ്ങനെ നമുക്ക് കൂടയിൽ നിറയ്ക്കാം, കൂടയിൽ തയ്യാറാക്കാം, അതാണ് ഇപ്പോൾ ഞാൻ കാണിച്ചു തരുന്നത്. ഇത് ഞാനിപ്പം തയ്യാറാക്കിയതാണ്. ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്ന കാര്യം ഞാനിപ്പം തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ്. ഈ കുരുമുളകിൻ്റെ ചോട്ടിൽ നിന്ന് ഇതിൻ്റെ വള്ളി, ചോട്ടിൽ നിന്ന് വരുന്ന വള്ളിയാണ് നമുക്ക് ഇത് കുരുമുളക് കൂടയിൽ നിറയ്ക്കാനായിട്ട് നമുക്ക് ഉപയോഗിക്കേണ്ടത്. അത് ചോട്ടിൽ നിന്ന് വരുന്ന വള്ളിയാണ് നമ്മളിപ്പോൾ എടുക്കാൻ പോകുന്നത്. നല്ല വേരുള്ള വള്ളി നോക്കി നമ്മൾ മുറിച്ചെടുക്കുകയാണ്. നല്ല വേരുള്ള വള്ളി നല്ല വേരുണ്ട്. ഈ വേരുള്ള വള്ളി മുറിച്ചെടുക്കുമ്പോൾ നമ്മൾ നോക്കേണ്ട കാര്യം വെച്ചാൽ ഒരു 1, 2, 3, 4 തട്ട് നീളത്തിൽ വേണം അത് മുറിക്കാൻ. അതിൽ ഒരു തട്ട് നമ്മളതിൽ കൂടയ്ക്കകത്ത് മണ്ണിപ്പോയി, ബാക്കി ഇത്രയും പൊങ്ങിയിരിക്കണം. എങ്കിലും നല്ല രീതിയിലുള്ള മുളയുണ്ടാവുകയുള്ളൂ. അതാണ് ഇതിൻ്റെ നീളത്തിൽ നമ്മൾ തയ്യാറാക്കുന്നത്. മുറിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മുളയ്ക്കൊക്കെ ശക്തി കുറവുണ്ടാകും, പെട്ടെന്ന് മുളച്ച് വരാനും പാടാണ്. അപ്പോൾ ഇത് നമ്മൾ ഇങ്ങനെ മുറിച്ചെടുക്കും. ഇത് നമ്മളിനി കൂടെ നിറക്കുന്നതാണ് അടുത്ത് കാണിക്കാൻ പോകുന്നത്. ഇങ്ങനെയാണ് കൂടെ നമ്മൾ വാങ്ങേണ്ടത്. നമ്മൾ ഈ വളക്കടയിൽ കിട്ടും. ഇത് കൂടെ നമുക്ക് വടക്കടയിൽ കിട്ടും. ഒരുപാട് വിലയുള്ളൂ. ഇത് നമുക്ക് തന്നെ വാങ്ങിച്ച് കൊണ്ടുവന്നിട്ട് നമ്മൾ തന്നെ മണ്ണ് നിറച്ച് നമുക്ക് നടാം. അത് കാണിച്ചു തരാം. ചാണകവും മണ്ണും കൂടെ മിക്സ് ചെയ്താണ്. ഇതാണ് നമുക്ക് വേര് പിടിക്കാനൊക്കെ എളുപ്പമുള്ളതാണ്. ചാണകവും മണ്ണും മിക്സ് ചെയ്താണ് ഇത് നമ്മൾ കൂടെ നിറയ്ക്കുന്നത്. ശരിക്കും ഇടിച്ച് നിറച്ചെടുക്കണം. നല്ല രീതിയിൽ ഇത് ഇടിച്ച് നല്ല രീതിയിൽ നിറഞ്ഞു വരും. ഫുള്ളായിട്ട് നിറയ്ക്കണമെന്നില്ല, ഒരു 13 നിറച്ച് വയ്ക്കുന്നു. അതിനുശേഷം നമ്മൾ ഈ കുരുമുളക് വള്ളി എടുക്കുന്നു. വേരുള്ള വള്ളി എടുക്കുന്നു. ഈ വള്ളി നമ്മൾ ഇതിൻ്റെ വേരുള്ള ഭാഗം ഈ ഭാഗത്തേക്ക് ഇറക്കി വെക്കുന്നു. അതിപ്പം കുഴി വരണ്ടാക്കിയിട്ട് ശരിക്കും ഇറക്കി വെക്കുന്നു. അല്പം മണ്ണ് ഇറക്കി വെക്കും. നല്ല ഇതിൽ ഉറപ്പിച്ച് വെക്കണം. മറിഞ്ഞ് പോയിരിക്കാണ് ഉറപ്പിച്ച് വെക്കണം. ഇതാണ് കുരുമുളക് ചെടി തയ്യാറാക്കുന്നതിന്. ഇത് നമ്മൾ ഇതുപോലെ വലിയ മഴ പെയ്യാത്ത സ്ഥലത്ത് ഇവിടെ ഇങ്ങനെയുള്ള കൊണ്ട് വയ്ക്കും. ഇങ്ങനെ തയ്യാറാക്കി വെക്കുന്നതാണ് ഈ കാണുന്ന കുരുമുളക് ചെടികൾ. അങ്ങനെ പന്നീർ ഇനത്തിൽപ്പെട്ട പൊടിയുടെ 20 എണ്ണം ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട്. ഇത് നമുക്ക് ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ഒരു 10-20 ദിവസം കഴിയുമ്പോഴത്തേക്ക് മുള വരും. മുള വന്നതിന് ശേഷം നല്ല താങ്ങുകാലുള്ള നല്ല ബലമുള്ള
കവുങ്ങയിലോ അങ്ങനെയുള്ള കൂടി വേണമെങ്കിൽ കയറ്റുക. ഇത് വലിയ വരുന്ന കൊടിയാണ്. ഇതാണ് ഈ ഇനം കുരുമുളകിൻ്റെ നല്ല നീളം ഉണ്ടായിരിക്കുന്നുണ്ടോ, നല്ല ഒരു ചാൺ നീളമുണ്ട്. ഇത് നല്ല രീതിയിൽ ഉണ്ടാകുകയാണെങ്കിൽ നല്ല രീതിയിലുള്ള വിളവ് നമുക്ക് ലഭിക്കും. ഇതാണ് പന്നീർ ഇനത്തിൽപ്പെട്ട കുരുമുളകിൻ്റെ. വലിയ രോഗപ്രതിരോധ ശക്തിയുള്ളതാണ്. പെട്ടെന്ന് അങ്ങനെ രോഗങ്ങളൊന്നും വരുന്ന ഒന്നല്ല. ഇത് നല്ല രീതിയിൽ വിളവ് കിട്ടുന്നതാണ്. കവുങ്ങലിട്ടിരിക്കുന്ന കൊടിയാണിത്. കവുങ്ങ നല്ല രീതിയിൽ പിടിച്ച് കയറി വരുന്നത് എളുപ്പമുള്ളതാണ്. ഇത് കഴിഞ്ഞ വർഷം ഞാൻ ഈ കവുങ്ങ നട്ട കൊടിയാണ്. പന്നീർ ഇനത്തിൽപ്പെട്ട കൊടിയാണ്. എന്നാൽ നല്ല രീതിയിൽ കവുങ്ങ പിടിച്ച് കയറി വരുന്നുണ്ട്. കെട്ടിയൊന്നും കൊടുക്കേണ്ട കാര്യമില്ല, നല്ല രീതിയിൽ പിടിച്ച് വരുന്നുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് വീണ്ടും ഓരോ കവുങ്ങയിൽ കെട്ടിയിടുകയോ അതുപോലെ താങ്ങുകാലയിലും നട്ടു കൊടുക്കാൻ എളുപ്പമുള്ള ഒരു ഇനം കൊടിയാണ്. പ്രത്യേകിച്ച് കാശ് കൊടുക്കുമ്പോൾ വാങ്ങേണ്ട കാര്യമില്ല. നമുക്ക് തന്നെ ഒരു കൊടിയിൽ തന്നെ നമ്മളിതൊരു ചെറിയ തയ്യാറാക്കിയെടുത്ത് നമുക്ക് നട്ടു കൊടുക്കാം. ഇത് പന്നീർ ഇനത്തിൽപ്പെട്ട ഞാൻ നട്ടത് ഒരു 2 മാസം കഷ്ടിയാകുന്നുള്ളൂ ഇത് വളർന്നു വരുന്നിട്ട്. ഇതിൻ്റെ തന്നെ എടുത്ത് നട്ട തൈയാണ്. ഇതും ഈ പറഞ്ഞ നല്ല സ്ട്രോങ് കാലയാണ് നട്ടു വളർത്തിയിരിക്കുന്നത്. ഇതുപോലെ നല്ല കാല വേണം നമുക്ക് നട്ടു വളർത്താൻ. അപ്പോൾ ഇത് മുള വരുന്നതിന് നമുക്ക് നട്ടു വെക്കാം. ടാറ്റാ.